ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. 10ാമത്തെ ക്വസ്റ്റിനെ കണ്ടെത്താൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ്. അതായത് എഫിന്റെ ഉള്ളിൽ നോർമലി എക്സ് ആണ് വരാറ്, പക്ഷെ ഇവിടെ എഫിന്റെ ഉള്ളിൽ ആരാ, വൈ ആണ്. അത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇത് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാം. ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, 1 + y² + x - 2 × e⁻ tan inverse y = d by x എന്താ, 0. നമുക്കറിയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാലേ അത് സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. വേരിയബിൾ സെപ്പറബിൾ ഉണ്ട്, ഹോമോജിനസ് ഉണ്ട്, ലീനിയർ ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്, എക്സാക്ട് ഉണ്ട് അല്ലെ. ഇത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലേ അത് ലീനിയർ ആണോ, ലീനിയർ ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ അങ്ങനെ മനസ്സിലാകാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ വൈന്റെ പവർ 1ഉം വൈന്റെ വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് ലീനിയർ ടൈപ്പ് 1 ആണ് അല്ലെ. അതേപോലെ എക്സിന്റെ പവർ 1ഉം എക്സിന്റെ വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് ലീനിയർ ടൈപ്പ് 2 ആണ് അല്ലെ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം. നോക്ക്, എടാ എക്സിന്റെ പവർ ഇവിടെ 1 അല്ലേ അല്ലെ. ഇവിടെ എക്സിന്റെ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇല്ല അല്ലെ. അതിന്റെ അർത്ഥം ഇത് ലീനിയർ ടൈപ്പ് 2 അല്ലെ. എക്സിന്റെ പവർ 1 ആണ്, എക്സിന്റെ വേറെ ഫംഗ്ഷൻ ഒന്നില്ലെങ്കിൽ ലീനിയർ ടൈപ്പ് 2 ആണ് അല്ലെ. എടാ ലീനിയർ ടൈപ്പ് 2 എങ്ങനെയാ സോൾവ് ചെയ്യാ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ലീനിയർ ടൈപ്പ് 2 എങ്ങനെയാ, dx/dy + px = q എന്ന ഫോമിലേക്ക് ആദ്യം മാറ്റണ്ടേ അല്ലെ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്, ആദ്യം ഈ കാണുന്ന ആൾ ഏത് ഫോമിലേക്ക് മാറ്റണം, dx/dy + py = q എന്ന ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തായി, 1 + y². നോർമലി ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് വരുന്നതാണ് അല്ലെ. പക്ഷെ ആ മൈനസ് ഒഴിവാക്കാൻ വേണ്ടി ഇതിങ്ങനെ തിരിച്ചിട്ടാ പോരെ. അപ്പൊ എന്താ, 2e⁻ tan inverse y - x എന്താ, dy/dx. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ വേണ്ടത് dx/dy ആ, പക്ഷെ ഇവിടെ ഉള്ളതാരാ, dy/dx ആ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് ഇങ്ങോട്ട് പോയാല് dy/dx എന്നാവും, dx/dy ആവൂലേ. ഓക്കെ, ഈ 1 + y² ഇങ്ങോട്ട് എന്തായി, 2e⁻ tan inverse y, അതിന്റെ താഴെ ഒരു 1 + y² ഉണ്ടാവും അല്ലെ. ഇങ്ങോട്ട് വരാലോ. അപ്പൊ എന്താ, -x/1 + y² അല്ലെ. അപ്പൊ ഇത് ഇങ്ങോട്ട് വന്നു, അപ്പൊ ഇതിന്റെ താഴെ വന്നു, ഇതിന്റെ താഴെ വന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇയാളെ ഞാൻ ഇങ്ങോട്ടും കൂടി കൊണ്ടുവന്ന പരിപാടി കഴിഞ്ഞാൽ എന്താ വരിക, dx/dy + 1/1 + y² x = ആരാ, 2e⁻ tan inverse y / 1 + y² അല്ലേ അല്ലെ. അപ്പൊ ഇത് കണ്ടപ്പോ ഇത് ഏത് ഫോമിലായി, dx/dy + px = q അല്ലേ. അപ്പൊ ഇവിടെ p ആരാ, ഇതാണ് എന്റെ p അല്ലെ. q ആരാ, ഇതാണ് എന്റെ q. നമുക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് ഇത് ഞാൻ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതായത് ഇത് ലീനിയർ ടൈപ്പ് 2 ആണ് അല്ലെ. നമുക്ക് ലീനിയർ ടൈപ്പ് 2 ആണെന്ന് മനസ്സിലായല്ലേ. പിന്നെ നിങ്ങൾ ആദ്യം എന്താ കാണുന്നത്, ഇന്റഗ്രേറ്റീവ് ഫാക്ടർ അല്ലേ അല്ലെ. ആ ടൈപ്പ് 2ന്റെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണാൻ മെത്തേഡ് എന്താ, ഇന്റഗ്രേറ്റീവ് ഫാക്ടർ = e⁻p⁻dy അല്ലേ. അപ്പൊ ഇത് e⁻p⁻dy. ഇവിടെ p ആരവിടെ, 1/1 + y² അല്ലേ. dy എന്താ വരിക, what is integral 1/1 + y² tan inverse y അല്ലേ. സോ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആരാ, e⁻ tan inverse y ആണ് അല്ലെ. ആ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടിയാലേ സൊല്യൂഷൻ എന്താ, നമുക്ക് എല്ലാവർക്കും ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടിയാലേ ടൈപ്പ് 2ന്റെ സൊല്യൂഷൻ എന്താ, x × ഇന്റഗ്രേറ്റീവ് ഫാക്ടർ = q × ഇന്റഗ്രേറ്റീവ് ഫാക്ടർ dy അല്ലേ അല്ലെ. അപ്ലൈ ചെയ്യാ. അപ്പൊ എന്താ, x × what is ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഹിയർ, e⁻ tan inverse y ഇന്റഗ്രൽ ഓഫ് q × ഇവിടെ q ആരാടാ, q ആരാ, 2 ഇതല്ലേ q അല്ലെ. സോ 2e⁻ tan inverse y / 1 + y² ഇൻറ്റു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആരാ, അത് e⁻ tan inverse y അല്ലേ, dy അല്ലെ. അപ്പൊ ഒന്ന് ചെറുതാക്കിയാൽ എന്ത് വരിക, x e⁻ tan inverse y = എന്താ വരിക, ഇന്റഗ്രൽ ഓഫ് 2 × അവിടെ e⁻ tan inverse y × e⁻ tan inverse y എന്ന് പറഞ്ഞാലേ e⁻2 tan inverse y അല്ലേ. e⁻ tan inverse y + tan inverse y എന്താ, e⁻2 tan inverse y / 1 + y² അല്ലേ, dy അല്ലെ. അപ്പൊ ഇനി ഇതിന്റെ സൊല്യൂഷനിലേക്ക് എത്താനേ ആരുടെ വാല്യൂ കാണണം, ഈ കാണുന്ന ഇന്റഗ്രേഷന്റെ വാല്യൂ കാണണ്ടേ അല്ലെ. സോ എന്റെ ലക്ഷ്യം എന്താണ്, ഇന്റഗ്രേഷൻ വാല്യൂ എന്താ, ഇന്റഗ്രൽ ഓഫ് 2 × e⁻2 tan inverse y / 1 + y² dy ന്റെ വാല്യൂ കാണാം
അല്ലെ? അതെങ്ങനെയാണ്? മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? എന്തുകൊണ്ടാ? ടാൻ ഇൻവേഴ്സ് വൈ ഇവിടെ അല്ലേ? ആ ടാൻ ഇൻവേഴ്സ് വൈന്റെ ഡെറിവേറ്റീവ് 1/1 + y² അല്ലേ? അതുമില്ലേ ഒരു ഇന്റഗ്രേഷനുള്ളിൽ ഒരു ഫംഗ്ഷനും അതേ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാലോ അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ഈ ടാൻ ഇൻവേഴ്സ് വൈക്ക് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ആരാ? ടാൻ ഇൻവേഴ്സ് വൈ അല്ലെ? യു ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിലേ ഡി യു ആരാ? വാട്ട് ഇസ് ഡെറിവേറ്റീവ് ടാൻ ഇൻവേഴ്സ് വൈ? 1/1 + y² അല്ലേ? സോ വിത്ത് റെസ്പെക്ട് വൈ ആണ് ഡി വൈ അല്ലെ? ഇനി ഈ രണ്ട് വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ ഓഫ് 2 × e raised to what is 2 tan inverse y അല്ലേ? അപ്പൊ 2 × tan inverse y എന്താ? u അല്ലെ? ഇത് dy by y plus y² അല്ലേ? dy by y plus y² എന്താ? du അല്ലേ? അല്ലെ? സോ 2 × what is integral e raised to 2u du? e raised to x അല്ലേ? അപ്പൊ e raised to 2u എന്താ? e raised to 2u then യുവിന്റെ കൂടെ 2 അല്ലേ? ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ 2 × ബാക്കി എന്താ? e raised to 2a അല്ലേ? അല്ലെ? സോ ദാറ്റ് ഈക്വൽ ടു e raised to 2u. യു ആരാ? ടാൻ ഇൻവേഴ്സ് വൈ. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാ അല്ലെ? അപ്പൊ എന്തായി മാറേണ്ടത്? എക്സ് e raised to ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു ഇതിന്റെ വാല്യൂ എന്താ? ഇതല്ലേ? e raised to 2 ടാൻ ഇൻവേഴ്സ് y പ്ലസ് c. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. നമുക്ക് അറിയുന്ന നോർമൽ മെത്തേഡാണ്. ആ നോർമൽ പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്തു, ആൻസർ കിട്ടി. ഓക്കെ, പക്ഷെ ആൻസറിലേക്ക് എത്തിയില്ല. ഇനി എന്താ ഇവിടെ പറഞ്ഞ്? എന്താണ് പറഞ്ഞ്? ഇതാ FO01 ആണ് അല്ലെ? അതെന്തിനാ തന്നിണ്ടാവുക? സി കാണാൻ ഇൻഫോർമേഷൻ അല്ലേ? പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് FO0 എന്ന് കാണുമ്പോൾ തന്നെ x0 നമ്മൾ വൈന്റെ വാല്യൂ 1 എന്ന് പറയും. അങ്ങനെയല്ല. ഇവിടെ ഫംഗ്ഷൻ എന്താ? FOy ആ. അത് എഫിന്റെ ഉള്ളിൽ ഇവിടെ ആരാ? y ആണ്. അപ്പൊ ഈ എഫിന്റെ ഉള്ളിലെ 0 ഇവിടെ ആരാ? y ആണ്. y 0 ആകുമ്പോ x എന്താണ്? 1 ആണ് അല്ലെ? സോ yക്ക് 0 കൊടുക്കുക. അപ്പൊ x 1 ആണ്. അപ്പൊ x 1 ആകുമ്പോ ഇത് 1 ആണ്. e raised to tan inverse 0 അല്ലേ? tan inverse 0 അല്ലേ? e raised to again 2 × tan inverse 0 പ്ലസ് c അല്ലേ? ഇത് 1 ആണ്. 1 പോയില്ലേ? അപ്പൊ c = 0 ആയില്ലേ? അപ്പൊ c 0 ആണ്. c 0 അല്ലെ? അപ്പൊ എന്ത് കിട്ടിയ? x e raised to tan inverse y 2 e raised to 2 × tan inverse y അല്ലേ? എന്താണ്? x e raised to tan inverse y എന്താണ്? e raised to 2 tan inverse y. e raised to tan inverse y എന്നാലേ e raised to tan inverse y ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ ഒരു e raised to tan inverse y ഒരു e raised to tan inverse പോയില്ലേ അല്ലെ? ബാക്കി എന്താ? x = e raised to tan inverse y ആണ് കിട്ടിയത് അല്ലെ? അതോക്കെ. ഇനി എന്താ? കാരണം FO1/√3 അല്ലേ? FO1/√3 പറഞ്ഞാലേ ഈ എഫിന്റെ ഉള്ളിലത്തെ ആള് y ആ. അപ്പൊ എന്താ? y 1/√3 ആകുമ്പോഴുള്ള x കാണാം അല്ലെ? സോ yക്ക് എന്ത് കൊടുക്കുക? 1/√3. yക്ക് 1/√3 എന്തായി? e raised to tan inverse y ആരാ? 1/√3 അല്ലേ? e raised to what is tan inverse 1/√3? tan എപ്പോഴാണ് 1/√3 ആവുക? tan 30 അല്ലേ 1/√3? 30 π/6 അല്ലേ? സയൻസ് e raised to π/6. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 ആൻസർ. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. x FOy ആണ്. അപ്പൊ എഫിന്റെ ഉള്ളിലത്തെ ആൾ ഇവിടെ ആരാണ്? y ആണ്. അത് ശ്രദ്ധിക്കണം. അത് എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം.